വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇന്ന് വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നത് ഇനി ആ കുട്ടി സെൻറ്റ് റീത്താസ് സ്കൂളിൽ പോകുന്നില്ല, അവൾ മാനസികമായി തകർന്നിരിക്കുന്നു, മാനസികമായി ഹൈസ്കൂളിനെ വെറുത്തിരിക്കുന്നു എന്ന പിതാവിൻ്റെ വാക്കുകളാണ്. കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ മതേതരത്വം നിലനിർത്താൻ വേണ്ടി എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഒരേ യൂണിഫോം നൽകിയെന്നാണ് അവിടുത്തെ ടീച്ചറമ്മ പറയുന്നത്. അങ്ങനെ കുട്ടികളെല്ലാം ഒന്നുപോലെയുള്ള വസ്ത്രം ധരിച്ചാൽ മതേതരത്വം ഉണ്ടാകുമോ? കുറച്ചു ദിവസമായി ഹിജാബിന്റെ വിളയാട്ടമാണ് കേരളക്കരയിൽ. അഥവാ മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് സ്കൂളിൽ വന്നാൽ അത് മറ്റു വിദ്യാർത്ഥികൾക്ക് വലിയ വിഷമമാകും, മാനസിക അസ്വസ്ഥമുണ്ടാക്കും എന്നാണ് കന്യാശ്രീ അമ്മ പറയുന്നത്. കന്യാശ്രീ അമ്മയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹിജാബ് ധരിക്കാൻ നിങ്ങൾ കുട്ടികൾക്ക് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ എന്ന്. എന്താണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനമെന്നും അതിന് ആ അധ്യാപിക നൽകുന്ന ഉത്തരം നമുക്കൊന്ന് കേൾക്കാം. ഹിജാബ് ധരിക്കാൻ കുട്ടിക്ക് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണ്. എന്താണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനം? എന്താണ് നിലവിലെ തീരുമാനം? മതേതരത്വ രാജ്യമാണ്, ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ്, എല്ലാവരും ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ട് തന്നെ ആവശ്യമില്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ല അത്. ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണം എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് സത്യം കേട്ടല്ലോ, ഇത് മതേതരത്വ രാജ്യമാണ്, ഇവിടെ എല്ലാ കുട്ടികളും തുല്യരാണ്. ഈ സ്കൂളിന് ഒരു സ്റ്റാൻഡേർഡ് റൂളുണ്ട്. ആ റൂളിന് ഇന്നയാൾ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ, ഇന്ന മതക്കാർ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്ന് പറയരുത് എന്നാണ്. എനിക്ക് പറയാനുള്ളത്, ഈ ടീച്ചർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്നാണ്. കാരണം ഈ ടീച്ചർക്ക് മതേതരത്വം എന്നാൽ എന്താണെന്ന് അറിയുക പോലുമില്ല. ഈ ടീച്ചർ ധരിച്ചു വെച്ചിരിക്കുന്നത് മതേതരത്വം എന്നാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുപോലെ വേഷമിട്ട് നടക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഈ ടീച്ചർ പറയുന്നത് ഇത് മതേതരത്വ രാജ്യമാണ്, ഇവിടെ എല്ലാവരും തുല്യരാണ് എന്ന്. മതത്തിന് ഭരണത്തിൽ സ്വാധീനമില്ലാത്ത എല്ലാ മതങ്ങളോടും തുല്യനീതി പുലർത്തുക എന്നതാണ് മതേതരത്വം. ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക മമതയോ ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേക വിയോജിപ്പോ ഇല്ലാതിരിക്കുക. രാജ്യത്തെ നിയമങ്ങൾ എല്ലാ മതങ്ങൾക്കും തുല്യമായിരിക്കുമ്പോൾ തന്നെ എല്ലാ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അത് നല്ല നിലയിൽ പ്രചരിപ്പിക്കാനും അവകാശമുണ്ടാവുക. ഒപ്പം മറ്റു മതങ്ങളുടെ അവകാശങ്ങളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഇന്ത്യ രാജ്യം തന്റെ പൗരന് നൽകുന്ന അവകാശമാണ് അവന്റെ മതവിശ്വാസ പ്രകാരം ജീവിക്കാനുള്ള അവകാശം. അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. സെന്റ് റീത്താസ് സ്കൂൾ ആ ഭരണഘടന നൽകുന്ന ആ ഉറപ്പ് ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ടീച്ചർ എന്താണ് കരുതിയത്? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും തട്ടമിടാതെ നിരത്തിയാൽ അത് മതേതരത്വമാവുമെന്നാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് മതേതരത്വമാവണമെങ്കിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന യൂണിഫോമിൽ ആ മുസ്ലിം കുട്ടിക്ക് കൂടി ഒരിടമുണ്ടാക്കുക എന്നതാണ് വേണ്ടത്. അതിനായി നിങ്ങൾ വലിയ ത്യാഗമൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ നിർദ്ദേശിച്ച യൂണിഫോമിന്റെ ഭാഗമായ കറുത്ത കോട്ടുണ്ടല്ലോ, ആ കോട്ടിന് യോജിക്കുന്ന ഒരു ഷാൾ ഉപയോഗിക്കാൻ പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇവിടെ. പകരം നിങ്ങൾ അതിനെ ഹിജാബ് എന്നൊക്കെ പറഞ്ഞ് പെരുപ്പിച്ച് കാണിക്കുന്നത് കൊണ്ടാണ് അത് വലിയ വിഷയമായി മാറിയത്. ഹിജാബിന് പകരം തട്ടമെന്നോ ഷാളെന്നോ പറഞ്ഞു നോക്കൂ, അത് വലിയ വിഷയമേ ആയി മാറില്ല. പിന്നെ എല്ലാ കുട്ടികളും സമന്മാരാണെങ്കിൽ എന്തിനാണ് ഈ സ്കൂളിൽ ചേർക്കുമ്പോൾ മതം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സ്കൂൾ ആവശ്യപ്പെടുന്നത്? എന്തിനാണ് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനുമൊക്കെ പ്രത്യേകം സ്കൂളുകൾ വാങ്ങിക്കൂട്ടുന്നത്? അങ്ങനെ വാങ്ങിച്ചെടുത്തത് തന്നെയല്ലേ സെന്റ് റീത്താസ് സ്കൂളും? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു നിയമവരി സ്വന്തമായി എഴുതിയുണ്ടാക്കിയത്? എന്നിട്ടിപ്പോൾ ഒരു കുട്ടി തട്ടമിട്ടതിന് മതേതരത്വം പറയുകയാണ്. ഉളുപ്പുണ്ട് ടീച്ചറെ നിങ്ങൾക്ക്? മതേതരത്വം എന്നാൽ എല്ലാവരെയും ഹിന്ദുവിന്റെ വേഷത്തിലോ മുസ്ലിമിന്റെ വേഷത്തിലോ ക്രിസ്ത്യാനിയുടെ വേഷത്തിലോ കാണുക എന്നല്ല, എല്ലാവരെയും അവരുടെ വിശ്വാസത്തിൽ ഉൾക്കൊള്ളുക എന്നതാണ്. എന്തിനാണ് യൂണിഫോം? ആദ്യകാലത്ത് യൂണിഫോം എന്നത് ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും കുട്ടികൾ തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുക, കുട്ടികളിൽ അങ്ങനെ ഒരു സമഭാവന ഉണ്ടാക്കുക എന്നതിനു വേണ്ടിയായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എല്ലാ കുട്ടികളെയും അങ്ങനെ സമമായി കാണുക എന്നതായിരുന്നു അന്ന്. ഇന്ന് യൂണിഫോം ഇന്ന സ്കൂളുകളിലെ കുട്ടികളാണെന്ന് തിരിച്ചറിയുന്നതിനും ഇന്ന സംഘടനയുടെയും ഇന്ന മതത്തിന്റെയും സ്ഥാപനത്തിലെ കുട്ടികളാണെന്ന് തിരിച്ചറിയുന്നതിനും വേണ്ടി മാത്രമായി. മുമ്പ് ശബരിമല സീസണിൽ
കുഞ്ഞു മാളികപ്പുറത്തമ്മമാരും കുഞ്ഞു സ്വാമിമാരും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലും അല്ലാത്ത സ്കൂളുകളിലും വരുമായിരുന്നു. അവരെ തൊടാതെ സൂക്ഷിക്കാൻ മറ്റുള്ള കുട്ടികൾ സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നു. കാരണം മറ്റുള്ളവർ തൊട്ടാൽ കുളിച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാനാവും. എന്നിട്ടും ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ ഒരു കൊല്ലാപ്പം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. മുസ്ലിം കുട്ടികൾ അന്നും ഇന്നും എന്നും ഉപയോഗിക്കുന്നതാണ് തട്ടം. ആ തട്ടത്തിന് അടുത്ത കാലം വരെ ആയുധമുണ്ടായിരുന്നില്ല. ആളുകളിൽ സംഘിസം കൂടുതലായപ്പോഴാണ് അത് വലിയ പാതകമായതും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. ഈ മതേതരം പറഞ്ഞു നടക്കുന്ന ക്രിസ്ത്യൻ സഭകൾ ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് സ്കൂളുകൾ സ്വന്തമാക്കരുത്. എന്തിനാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു സ്കൂൾ? എല്ലാവരെയും സമന്മാരായി കാണുന്ന, നിങ്ങൾ എല്ലാവരും ഒന്നു ചേരുന്ന ഈ സ്കൂളിൽ പഠിച്ചാൽ പോരെ? ഓരോ പിന്നോക്ക വിഭാഗവും ഓരോ പിന്നാക്ക വിഭാഗവും അവരവരുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവകാശമായി ചോദിക്കുന്നത് അത് അതത് മതങ്ങൾ വളർത്താനല്ല, അതത് വിഭാഗം ജനതയെ പിന്നാക്കാവസ്ഥയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതിനല്ല. എന്നിട്ട് അങ്ങനെ കിട്ടിയ സ്കൂളിന്റെ ഉടമകൾ മറ്റു മതങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. എന്ത് അനീതിയാണിത്! വെറുതെയല്ല വടക്കൻ സംസ്ഥാനങ്ങളിൽ ഈ വിഭാഗത്തിലെ പേപ്പട്ടിയെ പോലെ തല്ലിയോടിക്കുന്നത്. പിന്നെ ഈ സ്കൂളിന്റെ റൂളിൽ യൂണിഫോം ഇന്നതാണെന്നേ ഉള്ളൂ. അതായത് പാൻറ്, ഷർട്ട്, അതിന് പുറത്ത് കോട്ട്, പിന്നെ മുടി പിന്നിട്ട് വരണം, ഇത്രയേ ഉള്ളൂ. അതല്ലാതെ തട്ടം ഉപയോഗിക്കരുത് എന്ന് നിഷ്കർഷിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ഇവിടെ മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് തട്ടം പ്രത്യേകം പരാമർശിക്കാതിരുന്നതെന്ന്. തട്ടം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അർത്ഥമാക്കേണ്ടതും മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ്. തട്ടമിട്ട മുസ്ലിം കുട്ടികൾ മതേതരത്വത്തിനെതിരാണെങ്കിൽ മുസ്ലിം കുട്ടികളെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുകയില്ല എന്ന ഒരൊറ്റ നിലപാട് സ്വീകരിച്ചാൽ മതിയാവുന്നതാണ്. അതല്ലാതെ മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാം, പക്ഷേ മുസ്ലിം കുട്ടികൾ വേഷമഴിച്ചു വെക്കണം. ഇതെന്ത് അനീതിയാണ്, എന്ത് പാതകമാണ്! ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇനി ആ കുട്ടി സെന്റ് റിത്താസ് സ്കൂളിൽ പോകുന്നില്ല, അവൾ മാനസികമായി തകർന്നിരിക്കുന്നു എന്ന പിതാവിന്റെ വാക്കുകളാണ്. വെറുത്തിരിക്കുന്നു ആ സ്കൂളിനെ എന്നാണ് ആ കുട്ടി പറയുന്നത്. ഒരു തട്ടം കൊണ്ട് മുറിഞ്ഞു വീഴുന്നത് അവരത് നമ്മുടെ മതേതരത്വം.